ഹായ് എവ്രി വൺ വെൽക്കം ടു ജൗഹർ ടെക്സ്ചർ. പലപ്പോഴായി നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ വളരെ സിമ്പിളായി PDF ഡോക്യുമെന്റ് വേർഡിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന്. ശരിയാണ്, ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറെ ഓൺലൈൻ വെബ്സൈറ്റ്സ് ഉണ്ട്. എന്നാൽ വളരെ ഈസിയായി ഈ ഓൺലൈൻ സർവീസ് ഉപയോഗിക്കാതെ എങ്ങനെ PDF ഡോക്യുമെന്റ് വേർഡിലോട്ടും വേർഡ് ഡോക്യുമെന്റ് PDFലോട്ടും കൺവേർട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ. ഫ്രണ്ട്സ്, കൺവേർട്ട് ചെയ്യാനായി ഞാൻ ഒരു സാമ്പിൾ PDF സെലക്ട് ചെയ്തിരിക്കുന്നു. ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനൊരു മെയിൻ ഹെഡിംഗ് ഉണ്ട്, കൂടാതെ ടേബിൾ ഡാറ്റയുണ്ട്, പാരഗ്രാഫ്സ് ഉണ്ട്, സബ് ഹെഡിങ്സ് ഉണ്ട്. ഈ PDF ഡോക്യുമെന്റ് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അതിനായി നമുക്ക് വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ PDF ഡോക്യുമെന്റിനെ വേർഡിലോട്ട് ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഈ മെസ്സേജ് ബോക്സ് ലഭിക്കും. ഇവിടെ പറയുന്നത് നമ്മുടെ PDFന്റെ കണ്ടന്റ് അനുസരിച്ച് ഈ കൺവേർഷനായിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നാണ്. ഒരു 2 or 3 പേജസ് ആണെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ഒരു വലിയ PDF ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു. സൂപ്പർ ഫ്രണ്ട്സ്, നമ്മുടെ PDF ഡോക്യുമെന്റ് വേർഡിലോട്ട് കൺവേർട്ട് ആയി. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ അതേ ഹെഡേഴ്സ് കാണാം. ടേബിൾ ഡാറ്റ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു. കൂടാതെ പാരഗ്രാഫ്, സബ് ഹെഡിങ്സ് വിത്ത് ബോൾഡഡ് ഫോണ്ട് എല്ലാം നമുക്ക് കാണാം. അടുത്തതായി എങ്ങനെ ഒരു എഡിറ്റഡ് വേർഡ് ഡോക്യുമെന്റ് PDF ആയി കൺവേർട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഒരു സാമ്പിൾ എഡിറ്റിങ്ങിനായി ഞാൻ ഇവിടെ ജൗഹർ ടെക്സ്ചർ എന്ന് കൊടുത്തു. ഫോർമുലന്റെ അവിടെ സ്റ്റാർ കൊടുത്തു. ഇനി ഇവിടെ സം റേഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾ കൺവേർട്ട് ചെയ്ത PDF വളരെ സിമ്പിളായി നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫയൽ PDFലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ ഇത് ഒരു DocX അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെന്റ് ഫയൽ ടൈപ്പ് ആയിട്ട് സേവ് ചെയ്യണം. കാരണം ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാം നമ്മുടെ എക്സ്റ്റൻഷൻ .pdf ആണ്. സേവ് ചെയ്യാനായി ഫയൽ ടാബ് പ്രസ് ചെയ്യുക. ഇവിടെ സേവ് ആസ് ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസ് സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ ഡോക്യുമെന്റ് വേർഡ് ഫോർമാറ്റിൽ സേവ് ചെയ്യുക. വേർഡ് ഡോക്യുമെന്റ് ആയി സേവ് ചെയ്ത ഈ ഫയൽ ഇനി നമുക്ക് PDFലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായി നമ്മൾ ഫയൽ ടാബ് പോയി സെലക്ട് ചെയ്യുക. സേവ് ആസ്, ബ്രൗസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഫയൽ ഡീഫോൾട്ട് ആയിട്ട് സേവ് ചെയ്യുന്ന ടൈപ്പ് വേർഡ് ഡോക്യുമെന്റ് ആണ്. ഞാൻ ഈ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്താൽ നമുക്കിവിടെ PDF എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ഈ ഓപ്ഷൻ നോക്കൂ, ഓപ്പൺ ഫയൽ ആഫ്റ്റർ പബ്ലിഷിംഗ്. ഈ ഓപ്ഷൻ ടിക്ക് ചെയ്താൽ നമ്മുടെ PDF ഫയൽ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇനി ഞാൻ ഇവിടെ സേവ് പ്രസ് ചെയ്യുന്നു. അടിപൊളി ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്ത വേർഡ് ഡോക്യുമെന്റ് PDF ആയി കൺവേർട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ വ്യക്തമായി കാണാം നമ്മുടെ എല്ലാ ചേഞ്ചസും ഈ PDF ഡോക്യുമെന്റിൽ റിഫ്ലക്റ്റ് ആയി. അതുപോലെ തന്നെ നമ്മുടെ പാരഗ്രാഫ്, ഫോണ്ട്, ബോൾഡിംഗ് എല്ലാം നല്ല രീതിയിൽ വന്നിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലൂടെ ഞാൻ ഫ്രീ Excel ഓട്ടോമേഷൻ ആൻഡ് ബേസിക് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ന്യൂ വീഡിയോ അപ്ഡേറ്റ്സ് ലഭിക്കാൻ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.